വിശുദ്ധരുടെ ജീവിതം നമുക്കെന്നും പ്രചോദനമാണ്. അനുദിന ജീവിതത്തിൽ നമ്മൾ ഓരോ ക്ലേശങ്ങളെ, ബുദ്ധിമുട്ടുകളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രചോദനം നൽകുന്നത്, ദൈവത്തിൽ എങ്ങനെയാണ് അടിയുറച്ച് വിശ്വസിക്കേണ്ടത് എന്ന് നമുക്ക് പ്രചോദനം നൽകുന്നത് വിശുദ്ധരുടെ ജീവിതമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ക്യാൻസറിൻ്റെ മധ്യസ്ഥൻ എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന വിശുദ്ധ പെരിഗ്രിൻ ലസിയോസിയാണ്. ഇറ്റലിയിലാണ് വിശുദ്ധൻ പെരിഗ്രിൻ ജനിച്ചത്. 1260 നവംബർ 1 ജന്മദിനം. ഒരു പ്രഭു കുടുംബത്തിൽ അപ്പൻ ബി ലസിയോസി, അമ്മ ഫ്ലോറ. എല്ലാ സൗകര്യങ്ങളും കൊടുത്തു തന്നെ അവനെ വളർത്താനായിട്ട് മാതാപിതാക്കൾ അതീവമായിട്ട് ജാഗ്രത പുലർത്തി. ആ നാട്ടിലെ അറിയപ്പെട്ട പ്രമാണിയായിട്ടാണ് അപ്പൻ മുന്നോട്ട് പോയത്. വിദ്യാഭ്യാസ കാലഘട്ടമെല്ലാം നന്നായി തന്നെ മുന്നോട്ട് പോയി. പെരിഗ്രിന് 18 വയസ്സുള്ളപ്പോൾ സഭയിലൊരു പ്രത്യേക പ്രതിസന്ധി നിലവിലിരിക്കുന്ന കാലഘട്ടമാണ്. പോപ്പിനെതിരെ ഒരു വിഭാഗം ജനങ്ങൾ ഉയരുന്നു, പ്രവർത്തിക്കുന്നു. സഭയോട് സ്നേഹക്കുറവുള്ള അന്നത്തെ പോപ്പ് ജനങ്ങളെയെല്ലാം ഒന്നിക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ചു. എത്രയേറെ പറഞ്ഞിട്ടും സത്യവിശ്വാസത്തിലേക്ക് ആളുകൾ വരുന്നില്ല. വിശ്വാസം, ശരിക്കുള്ള വിശ്വാസം ഏതാണെന്ന് അവർക്ക് അറിയുന്നില്ല. പോപ്പിന് ബുദ്ധിമുട്ടായി. പോപ്പ് ഈ പ്രതിസന്ധിയിൽ ഏറെ പേരെ പ്രബോധനം നൽകാനായിട്ട് ഫോർലിയിലേക്ക് അയച്ചു. ആരൊക്കെ വന്നാലും ജനങ്ങളിത് ശ്രവിക്കുന്നില്ല. ആൻറ്റി പോപ്പിൻ്റെ കൂടെയാണ്. അതിന് നേതൃത്വം വഹിക്കുന്നവരാണ് പെരിഗ്രിൻ്റെ കുടുംബാംഗങ്ങളും. ഈ അവസരത്തിലാണ് ആ നാട്ടിൽ പ്രശസ്തനായ ഒരു സെർവൈറ്റ് വൈദികൻ ഫിലിപ്പ് ബെനീസി വസിക്കുന്നത്. ഫിലിപ്പ് ബെനീസി സെർവൈറ്റ് സഭയ്ക്ക് അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട് മാർപ്പാപ്പയെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഫിലിപ്പ് ബെനീസി, നിങ്ങൾ ഒരു വിശുദ്ധനായ വ്യക്തിയാണെന്നും നിങ്ങളിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുവെന്നും ഞാൻ കേൾക്കുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ സഭയ്ക്ക് ഞാൻ അംഗീകാരം നൽകാം. പക്ഷേ അതിനു മുൻപ് ഫോർലിയിൽ പോയി ആ ജനങ്ങളെ അനുരഞ്ജിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ഇടപെടാം. മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം, മാർപ്പാപ്പയുടെ അനുഗ്രഹത്തോടുകൂടെ ഫോർലിയിലേക്ക് ഫിലിപ്പ് ബെനീസി എന്ന വിശുദ്ധനായ വൈദികൻ വന്നു. ജനങ്ങളെല്ലാം ദേവാലയത്തിലേക്ക് വിളിച്ചുകൂട്ടി. എവിടെയാണോ അവരെ കൂട്ടാനായിട്ട് പറ്റുന്നത് അവിടങ്ങളിലെല്ലാം കുറേശ്ശെ കൂട്ടി പ്രബോധനങ്ങൾ നൽകുകയാണ്. അത് കേൾക്കാൻ ഒത്തിരിയേറെ പേര് വരുന്നുണ്ട്. കുറേ പേരൊക്കെ അതിനെ അനുകൂലിക്കുന്നു. ഫിലിപ്പ് ബെനീസി വന്നത് കണ്ടപ്പോൾ പെരിഗ്രിൻ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ദേ നമ്മുടെ ശത്രുക്കളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവർ സൂത്രത്തിൽ നമ്മെ പ്രസംഗത്തിലൂടെ വശീകരിച്ച് അവരുടെ വിഭാഗത്തിലേക്ക് ചേർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഫിലിപ്പ് ബെനീസിനെ ഇവിടെ പ്രസംഗിക്കാനായിട്ട് നമുക്ക് അനുവദിക്കേണ്ട. വരൂ യുവാക്കളെ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പെരിഗ്രിൻ നമുക്കിവനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേര് ഫിലിപ്പ് ബെനീസി എന്ന വൈദികനെ ഓടിക്കാനായിട്ട് നോക്കി. അതിന് മുൻകൈ എടുത്തത് പെരിഗ്രിനാണ്. പെരിഗ്രിൻ ഓടിപ്പോയിട്ടൊരു വടി എടുത്തിട്ട് വന്നൊരൊറ്റ അടി. ആ അടി കൊണ്ടെങ്കിലും ഫിലിപ്പ് ബെനീസി സാരമില്ല എന്ന് വെച്ച് മാറി ഇങ്ങനെ നിന്നു. ഇവിടെ പറ്റില്ല, ഇവിടെ പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കല്ലെടുത്തിട്ടൊരു ഒറ്റ ഏറ് അച്ഛനിട്ട്. ആ ഏറ് കൊണ്ട് മുഖത്ത് നിന്ന് നെറ്റി പൊട്ടി ചോര വന്നിങ്ങനെ ഫിലിപ്പ് ബെനീസി. മുഖത്ത് വിഷമമുണ്ടെങ്കിലും അച്ഛൻ പ്രസന്നവദനനാണ്. വീണ്ടും പെരിഗ്രിൻ പറഞ്ഞു, നിങ്ങളോടല്ലേ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ട എന്ന്. അപ്പോൾ അച്ഛൻ സന്തോഷത്തോടു കൂടെ തന്നെ, വിഷമമുണ്ടെങ്കിലും അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോര ഇങ്ങനെ തുടച്ചിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എറിഞ്ഞ പെരിഗ്രിന് ഉള്ളിലൊരു പെട്ടെന്നൊരു വിഷമം. ഞാൻ ഇത്രയും ആ അച്ഛനെ ദ്രോഹിച്ചിട്ടും ഞങ്ങളൊക്കെ കൂടെ ദ്രോഹിച്ചിട്ടും ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ ആണല്ലോ പോകുന്നത്, ഒരു പുഞ്ചിരി മാത്രം നൽകിയിട്ടാണല്ലോ പോകുന്നത് എന്ന് ഉള്ളിൽ വിചാരിച്ച് പുറകെ ഓടിച്ചെന്നു പെരിഗ്രിൻ. അച്ഛാ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നു. സ്വർഗത്തിൻ്റെ ഇടപെടലാണിത്. പെരിഗ്രിന്
സ്വർഗം ഇടപെട്ട് മാനസാന്തരം നൽകുകയാണ്. ആ വിശുദ്ധനായ ഫിലിപ്പ് ബെനീസി അച്ഛൻ്റെ പ്രവർത്തനത്തിലൂടെ സ്വർഗം ഇടപെട്ടു. എന്നോട് ക്ഷമിക്കണം, ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പരിഹാരം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഫിലിപ്പ് ബെനീസി പറഞ്ഞ്, സാരമില്ല സഹോദര എന്ന് പറഞ്ഞ് സ്നേഹത്തോടു കൂടെ പെരിഗ്രിനെ ഇങ്ങനെ ആലിംഗനം ചെയ്തു. അതും കൂടി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ദൈവത്തിൻ്റെ സ്നേഹം പെരിഗ്രിൻ അനുഭവിച്ചു. ആ നിമിഷം ഫുള്ളായിട്ടുള്ള മാനസാന്തരം തന്നിൽ സംഭവിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫിലിപ്പ് ബെനീസിയോട് പെരിഗ്രിൻ പറഞ്ഞു, അച്ഛൻ്റെ കൂടെ ഞാനും വരുന്നു. അച്ഛൻ എന്താണോ പ്രസംഗിക്കുന്നത്, അച്ഛൻ എന്താണോ ചെയ്യുന്നത്, ഇതാണ് സത്യം, ഞങ്ങളും സത്യസഭയോടുകൂടെ ചേരുന്നു. അങ്ങനെ പറഞ്ഞ് ഫിലിപ്പ് ബെനീസിയുടെ കൂടെ സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫിലിപ്പ് ബെനീസിയെയും സഭയെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്തുണയായിട്ട് പെരിഗ്രിൻ നടക്കുകയാണ്. ഫിലിപ്പ് ബെനീസിയുടെ ഒപ്പമാണ് എപ്പോഴും പോകുന്നത്. ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ പോകും, പള്ളിയിലിരിക്കും, പ്രാർത്ഥിക്കും. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അനുഭവപ്പെടുമ്പോൾ ഈ ബുദ്ധിമുട്ടിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഫിലിപ്പ് ബെനീസിയോട് ചോദിച്ച് എപ്പോഴും വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു. തനിയെ പ്രാർത്ഥിക്കാനും വളരാനും പഠിച്ചു. ഒരു ദിവസം പരിശുദ്ധ മാതാവിൻ്റെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനം കാണാണ്. ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, ഉന്നതങ്ങളിലേക്ക് ഇങ്ങനെ ആത്മാവ് ഉന്നതങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. തൻ്റെ മുമ്പിൽ മാതാവ് വന്ന് നിൽക്കുന്നു. മാതാവിൻ്റെ കയ്യിൽ ഒരു ഡ്രസ്സ് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നു. ഡ്രസ്സ് നോക്കിയപ്പോൾ അതൊരു ബ്രൗൺ കളറാണ്. എന്നിട്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞു, പെരിഗ്രിൻ, സിയന്നായിലേക്ക് പോവുക, അവിടെ നിനക്കായിട്ടുള്ള പാത ഒരുക്കിയിരിക്കുന്നു. ഇതാ ഈ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നവരെ നീ അവിടെ കാണും. അവരുടെ കൂടെ ചേർന്ന് എന്നെ അനുഗമിക്കുക, കർത്താവിനായിട്ട് സമർപ്പിക്കുക. ഇത് കേട്ടപ്പോൾ പെരിഗ്രിന് മനസ്സിലായി തൻ്റെ ദൈവവിളിയാണ് ഇതെന്ന്. ഈ ഡ്രസ്സ് പരിചയമുണ്ട്, ഈ ഫിലിപ്പ് ബെനീസി അച്ഛൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ്. അപ്പോൾ സന്തോഷത്തോടുകൂടെ സിയന്നായിലേക്ക് പോയി അവിടെ ചെന്ന് ആശ്രമം കണ്ടുപിടിച്ചു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ ഉണ്ടായ മുൻപത്തെ കാര്യങ്ങളെല്ലാം അവിടെയും പങ്കുവെച്ചു. ആ സമൂഹത്തിലെ സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ പെരിഗ്രിനെ സ്വീകരിച്ചു. അങ്ങനെ സെർവൈറ്റ് സഭയിലെ ഒരംഗമായിട്ട് ചേർന്നു. സന്യാസ സഭയിൽ ചേർന്ന് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിച്ചു, ദൈവവചനത്തിൽ ആഴപ്പെട്ടു. സെർവൈറ്റ് സഭയുടെ പ്രത്യേകത സെർവൻസ് ഓഫ് സെൻറ്റ് മേരി, വ്യാകുല മാതാവിൻ്റെ സെർവൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സഹിച്ച ഈശോയോട് ചേർന്ന് സഹരക്ഷകയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഭ. പെരിഗ്രിന് ഈ സഭ വളരെയധികം ഇഷ്ടപ്പെട്ടു. ആധ്യാത്മികതയെല്ലാം പഠിച്ചു. ഇവരുടെ പ്രത്യേകത വളരെയധികം പ്രാശ്ചിത്ത ജീവിതമാണ്, പരിഹാര ജീവിതമാണ്. ഈശോയുടെ അടുത്ത് കൂടുതൽ സമയം പേഴ്സണൽ പ്രയറിന് ഇരിക്കുന്ന ജീവിതമാണ്. ഈശോയോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെട്ടു. താൻ ജനങ്ങളോട് എന്തെല്ലാം പറയണം, താൻ മാനസാന്തരപ്പെട്ട് വന്നതുപോലെ ജനത്തെ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം പെരിഗ്രിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. ദൈവമേ, നിൻ്റെ ജനത്തെ നീ ആഗ്രഹിക്കുന്നത് പോലെ നയിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വ്യാകുല മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. ഈശോ ജനത്തിനു വേണ്ടി സഹിച്ചതിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് ആളുകൾ കേൾക്കുന്നവർ ആത്മാവിൽ ജ്വലിക്കുകയാണ്. ആളുകൾ പറയും, മാലാഖയാണ് പെരിഗ്രിനച്ചൻ, ദൈവത്തിൻ്റെ മാലാഖ. ദൈവത്തിൻ്റെ മാലാഖ സന്ദേശം അറിയിക്കുന്നത് പോലെയാണ് അച്ഛൻ്റെ സന്ദേശങ്ങൾ ഞങ്ങൾ കേൾക്കുന്നത്. ആളുകൾ എന്ത് പ്രശ്നമായിട്ട് പെരിഗ്രിനച്ചൻ്റെ അടുത്ത് വന്നാലും അതെല്ലാം കേട്ട് അവരെ ആശ്വസിപ്പിച്ച് വേണ്ടതായിട്ടുള്ള മാർഗങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു പ്രത്യേക സിദ്ധി പെരിഗ്രിനച്ചനുണ്ട്. അന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു പ്രാസംഗികനായിട്ട് തന്നെ പെരിഗ്രിനച്ചൻ തീർന്നു. മാത്രമല്ല ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവും പെരിഗ്രിനുണ്ട്. ജനങ്ങൾ ഭക്ഷണത്തിന് സാധനങ്ങളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ഉള്ള ധാന്യമെന്തോ അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ചാക്കിൽ ധാന്യങ്ങൾ
കൂടി വന്ന് ചാക്ക് നിറഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പരിപാടി, അതുപോലെ തന്നെ വീഞ്ഞ് വർദ്ധിപ്പിച്ചു. അന്ന് അവിടെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് വീഞ്ഞ്, അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. വീഞ്ഞും വർദ്ധിപ്പിച്ച് താൻ ഇല്ലാതിരുന്നിടത്ത് നിന്ന് വീഞ്ഞ് അത്ഭുതകരമായിട്ട് ഉണ്ടാക്കി. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ വേണ്ടതെല്ലാം കൊടുക്കാനുള്ള ഒരു അത്ഭുത സിദ്ധി പെരിഗ്രിനുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യപ്പെടുത്തും. ഏത് രോഗി അടുത്ത് വന്നാലും പ്രത്യാശയോടെ അവരോട് പറയും, ഭയപ്പെടേണ്ട, ഈശോയ്ക്ക് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്, വിശ്വസിച്ചാൽ മതി, ഈശോ ഇടപെടും. ആളുകളിലുള്ള വിശ്വാസത്തിൻ്റെ ആ ആത്മാവിനെ, വിശ്വാസത്തിൻ്റെ അരൂപിയെ, വിശ്വാസത്തിൻ്റെ വരത്തെ ഇരട്ടി ഇരട്ടി ജ്വലിപ്പിക്കും. തന്നിൽ അത്രയേറെ ആഴമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഒരിക്കലൊരു കുട്ടിയെയും കൊണ്ട് ഒരമ്മ വന്നു. തൻ്റെ കുഞ്ഞിന് ഒരാഴ്ചയായിട്ട് അസുഖമാണ്, എന്തു ചെയ്തിട്ടും സുഖപ്പെടുന്നില്ല. ഉടനെ കുഞ്ഞിൻ്റെ ചെവിയിൽ പെരിഗ്രിൻ ഈശോ ഈശോ എന്ന് പറഞ്ഞു. ഈശോ ഈശോ എന്ന് കേട്ടപ്പോൾ ആ കുഞ്ഞ് സുഖം പ്രാപിച്ചു. പെരിഗ്രിൻ എപ്പോഴും ചെയ്യുന്നത്, സഹിച്ച് രക്ഷിച്ച ഈശോയുടെ നാമം നമ്മൾ പറഞ്ഞാൽ മതി, അവിടെ സൗഖ്യം ലഭിക്കുമെന്നാണ്. അങ്ങനെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പെരിഗ്രിനിലൂടെ സംഭവിച്ചിട്ടുണ്ട്. മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, 2 പേരെ ഉയർപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ രാവും പകലും ദൈവസ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനത്തിനിടയിലൂടെ പെരിഗ്രിൻ ഇങ്ങനെ മുന്നോട്ട് പോയി. പെരിഗ്രിൻ പ്രാശ്ചിത്താരൂപിയും ത്യാഗാരൂപിയും കൂടുതലുള്ളത് കൊണ്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സമയം കണ്ടെത്തില്ല. എപ്പോഴും നിന്നിട്ടാണ് പ്രസംഗിക്കുക. മറ്റുള്ളവരോട് പറയുന്നതും കാണുന്നതും എല്ലാം നിന്നിട്ടാണ്. ഇരിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അത് വലിയ ആവശ്യമില്ല, ഇരിക്കേണ്ട എങ്കിൽ നിന്നിട്ട് തന്നെയാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഇരുന്നിട്ടില്ല കാര്യമായിട്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ രംഗത്ത് നിന്നതുകൊണ്ട് നിന്ന് കാലിൻ്റെ വെയിൻസ് വീർത്ത്, അതൊരു ഇൻഫ്ലമേഷൻ പോലെ വീർത്ത് വന്നിട്ട് അതൊരു വ്രണം പോലെയായി. അത് വൈദ്യന്മാരെ കാണിച്ചു പല ചികിത്സകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ട് അത് സൗഖ്യപ്പെടുന്നില്ല. ഏകദേശം ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരു വേദനയും വ്രണത്തിൻ്റെ ഒരു അസ്വസ്ഥതയും കാലിൽ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഈ വിശുദ്ധൻ്റെ ചരിത്രത്തിൽ പറയുന്നത്. പക്ഷെ ഓരോ ദിവസവും ഈ കാലിൽ വേദനയുള്ളപ്പോൾ അതിനെക്കുറിച്ച് അസ്വസ്ഥതപ്പെട്ടില്ല. അത് സുഖപ്പെടുമോ എന്നിങ്ങനെ നോക്കി, ഇല്ലെങ്കിൽ വേണ്ട, അതിൻ്റെ അസ്വസ്ഥതകളെയും കൊണ്ട് നടന്ന് അതിനെ പരിഗണിക്കാതെ തന്നെ വീണ്ടും പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഈ രോഗം ഇങ്ങനെ വന്ന് സുഖമില്ലാതെ വന്നപ്പോൾ വീണ്ടും ഇത് വൈദ്യനെ കാണിച്ചു. വൈദ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് സുഖപ്പെടില്ല, ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ അത് പഴുത്ത് കീറും, അത് ജീവന് തന്നെ ഹാനിയാണ്. അതുകൊണ്ട് കാല് മുറിച്ച് കളയണം, മുട്ടിന് താഴെ വെച്ച് കാല് മുറിച്ച് കളയണം, നാളെ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നപ്പോൾ ഉള്ളിലൊരു വിഷമം തോന്നി. ഇതുവരെയുള്ള കാലിനി നാളെ നഷ്ടപ്പെടുമല്ലോ, എന്തു ചെയ്യും? അന്ന് ഓപ്പറേഷൻ പറഞ്ഞതിൻ്റെ തലേ ദിവസം രാത്രി മുഴുവൻ ഈശോയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരുടെ ചാപ്റ്റർ ഹാളിൽ, അതായത് അവർ ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സമ്മേളിക്കുന്ന റൂമിൽ ഒരു വലിയ ക്രൂശിത രൂപമുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് പെരിഗ്രിന്. ആ ക്രൂശിത രൂപത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈശോയുടെ അടുത്ത് വന്നിങ്ങനെ ഇരുന്നു. തൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഈശോയോട് പറഞ്ഞു, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്കിത് സൗഖ്യം ലഭിക്കണമെന്നാണോ? ഞാനിത് സഹിക്കണമെന്നാണോ? എൻ്റെ കാല് പോകണമെന്നാണോ? എന്തായാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ അങ്ങയുടെ വചനം പ്രഘോഷിച്ച് നടക്കാം. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഇരുന്ന് കുറേ നേരം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അറിഞ്ഞില്ല, ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ പിന്നെ കാണുന്നത് സ്വപ്നമാണ്. സ്വപ്നത്തിൽ ഈശോ വന്ന് തൻ്റെ അടുത്തിരുന്ന്, ക്രൂശിതനായ ഈശോ വന്ന് തൻ്റെ അടുത്തിരുന്ന് തന്നെ തൊടുന്നു എന്ന് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നിങ്ങനെ ഞെട്ടി എഴുന്നേറ്റിട്ട് എന്താ സംഭവിച്ചത്? ഈശോ എൻ്റെ അടുത്ത് വന്നല്ലോ. എന്താ സംഭവിച്ചത്? ഈശോ എൻ്റെ അടുത്ത് വന്നല്ലോ. എഴുന്നേറ്റ് പെട്ടെന്ന് കാല് നോക്കിയപ്പോൾ ആ മുറിവ് കെട്ടിയിരുന്ന എന്നും മുറിവ് കെട്ടിയിട്ടാണ് നടക്കുന്നത്. മുറിവിൻ്റെ അവിടെയുള്ള ആ കെട്ട് കാണുന്നില്ല, അത് അഴിഞ്ഞു കിടക്കുന്നു. മുറിവിൻ്റെ പാടേയില്ല, പൂർണ്ണമായിട്ടും സൗഖ്യം. അത്ഭുതമേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് വീണ്ടും പിറ്റേ ദിവസം മുതൽ
അടുത്ത പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ്. ഇത് കണ്ട എല്ലാവരും അത്ഭുതപ്പെട്ടു. ആ നാട് മുഴുവൻ അറിഞ്ഞു, വൈദ്യന്മാരറിഞ്ഞു, നാട് മുഴുവൻ അറിഞ്ഞു. പെരിഗ്രിൻ്റെ പ്രശസ്തി ഒന്നുകൂടി കൂടി. ആളുകളെല്ലാം പെരിഗ്രിൻ്റെ അടുത്ത് വീണ്ടും വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ഈ അസുഖത്തിൽ, ഞങ്ങളുടെ ഈ വിഷമത്തിൽ. അപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വന്നവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം സൗഖ്യം നൽകാൻ ഒരു കഴിവ് ഉണ്ടായിരുന്നു പെരിഗ്രിന്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കും. അതുപോലെ തന്നെ അവരെല്ലാം ആശ്വസിപ്പിച്ച് എന്തെല്ലാമാണ് അവർ അതിൻ്റെ പരിഹാരമായിട്ട് ചെയ്യേണ്ടത് അതെല്ലാം അവരെ പറഞ്ഞ് അവരെ സ്വീകരിച്ചുകൊണ്ടാണ് നടന്നത്. അതുകൊണ്ട് എന്നും ഗുഡ് കൗൺസിലിൻ്റെ ഒരു വ്യക്തി എന്നാണ് പെരിഗ്രിൻ അറിയപ്പെട്ടത്. വീണ്ടും തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു. പിന്നീട് 85 വയസ്സായപ്പോൾ 1345 ഒരു സാധാരണ പനി പോലെ വന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പെരിഗ്രിൻ പ്രവേശിക്കുന്നത്. 1345 മെയ് 1 തൻ്റെ ആത്മാവിനെ ദിവ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. പെരിഗ്രിൻ്റെ വിശുദ്ധി മരണനേരത്ത് മരിച്ചതിന് ശേഷം എല്ലാവർക്കും വ്യക്തമായി. പെരിഗ്രിൻ സുവിശേഷം പ്രസംഗിച്ച് നടന്നതുകൊണ്ടും അത്ഭുതകരമായ സൗഖ്യങ്ങൾ ഏറെ പേർക്ക് നൽകിയതുകൊണ്ടും ജനത്തിന് പെരിഗ്രിൻ്റെ വിശുദ്ധി അറിയാം. പെരിഗ്രിൻ്റെ ദിവ്യദേഹം കാണാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് ആ ദിവസത്തിൽ തന്നെ ഏറെ പേർ വന്നിരുന്നു. കുറേ പേർക്ക് സൗഖ്യം കിട്ടി. ആ മൃതദേഹത്തിൽ സ്പർശിച്ചവർക്കെല്ലാം കുറേ പേർക്ക് അന്ന് സൗഖ്യം ലഭിച്ചു. പെരിഗ്രിൻ്റെ വിശുദ്ധി ലോകം മുഴുവനും അറിഞ്ഞു. 1726 ബെനഡിക്റ്റ് 13 പാപ്പ പെരിഗ്രിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. വിശുദ്ധ പെരിഗ്രിൻ്റെ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചു. രോഗത്തോടു കൂടിയ കാലും അതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നവർക്കെല്ലാം വിശുദ്ധൻ ഈശോയോട് അനുഗ്രഹം ചോദിച്ച് നമുക്ക് മാധ്യസ്ഥം നൽകും. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിശ്രമമില്ലാതെ സുവിശേഷം പ്രസംഗിച്ചവനാണ് പെരിഗ്രിൻ. 30 വർഷത്തോളം ഇരുന്നിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഒരാത്മാവ് പാപത്തിൽ വേദനിക്കുന്നത് കണ്ടാൽ ഉടനെ അതിനു വേണ്ടിയിട്ട് ആശ്രമത്തിൽ പോയി ആദ്യമേ പരിഹാരം ചെയ്യും. ദൈവമേ, നീ എന്നെ വീണ്ടെടുത്തതാണ്, നിന്നെ ഞാൻ അറിഞ്ഞിരുന്നില്ല. സെൻറ്റ് പോളിനെ പോലെ നീ എന്നെ വിളിച്ചു, എൻ്റെ ജീവിതവും സെൻറ്റ് പോളിനെ പോലെ ഞാൻ നൽകുന്നു. ദൈവമേ, ആ ആത്മാവ് നശിക്കാതിരിക്കാൻ ഇടപെടണേ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ ഭിന്നതയിലേക്ക് പോകുന്നത് അവിടെയെല്ലാം സ്വർഗത്തിൻ്റെ മാധ്യസ്ഥം തേടുവാനായിട്ട് എപ്പോഴും പെരിഗ്രിൻ ശ്രമിച്ചിരുന്നു. തൻ്റെ ദൗത്യം സെൻറ്റ് പോളിനെ പോലെ ലോകം മുഴുവനെയും ദൈവത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എന്ന ഉത്തമ ബോധ്യം പെരിഗ്രിന് അനുനിമിഷം ഉണ്ടായിരുന്നു. തൻ്റെ സുഖം ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ച്, ത്യാഗം ചെയ്ത്, ഉപവാസങ്ങൾ ഏറെ അനുഷ്ഠിച്ച്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ വേണ്ടത് അത് സ്വയം ചെയ്തതിന് ശേഷമാണ് വചനം പ്രസംഗിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. എപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിരുന്നു. പരിശുദ്ധ അമ്മേ, അങ്ങ് സഹിച്ചത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ, അമ്മ ഇടപെടണമേ എന്ന് പരിശുദ്ധ അമ്മയോട് എപ്പോഴും സഹായം ചോദിച്ചിരുന്നു. അമ്മ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. അമ്മ വ്യാകുലങ്ങൾ സഹിച്ചതുപോലെ എപ്പോഴും ഈ വ്യാകുലത്തെക്കുറിച്ച് ജീവിതത്തിൽ ധ്യാനിക്കാറുണ്ട്. അമ്മ ഈ കാലഘട്ടങ്ങളിലെല്ലാം അമ്മ ഉണ്ണിക്ക് ജന്മം നൽകിയപ്പോൾ ദൈവപുത്രനെക്കുറിച്ചുള്ള വ്യാകുലവാള് അങ്ങ് ഏൽക്കേണ്ടി വന്നു. മകൻ ഈശോ കുരിശിലേറിയപ്പോൾ കുരിശിൻ്റെ വഴിയിലെല്ലാം അമ്മ സഹിച്ചു. അതെല്ലാം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നെപ്പോഴും മാതാവിനോടും തൻ്റെ ഹൃദയം പങ്കുവെച്ചു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന എല്ലാ സഹനങ്ങളെയും രോഗത്തിൻ്റെ പീഡകളെയും എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പെരിഗ്രിൻ കാഴ്ചവെച്ചിരുന്നു. തൻ്റെ ത്യാഗം ഏറെ ആത്മാക്കളെ ഈശോയിലേക്ക് ഉയർത്തി. ആത്മാക്കളുടെ വിശുദ്ധീകരണം സംഭവിച്ചു. ബെനഡിക്റ്റ് പാപ്പ തൻ്റെ പ്രസംഗങ്ങളിലെല്ലാം വിശുദ്ധ പെരിഗ്രിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഏതാനും മാർപ്പാപ്പമാരുടെ പ്രസംഗങ്ങളിലെല്ലാം ക്യാൻസറിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ പെരിഗ്രിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. വിശുദ്ധ പെരിഗ്രിൻ ക്യാൻസർ രോഗത്തിന് ശുശ്രൂഷിക്കുന്നവരുടെയും കൂടി മധ്യസ്ഥനാണ്. ക്യാൻസർ രോഗം
എയ്ഡ്സ് രോഗം, അതായത് നമുക്കറിയാം ക്യാൻസർ രോഗം വന്നാൽ പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് നമ്മൾക്ക് അനുഭവത്തിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ടിങ്ങനെ സൗഖ്യപ്പെടാത്ത രോഗങ്ങളുടെ എല്ലാം മധ്യസ്ഥനായിട്ടും കൂടെ വിശുദ്ധ പെരുഗ്രിൻ അറിയപ്പെടുന്നുണ്ട്. എയ്ഡ്സ്, അതുപോലെ തന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ക്യാൻസർ, ഈ രോഗത്താൽ കഷ്ടപ്പെടുന്നവരെല്ലാം വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധൻ ഗുഡ് കൗൺസിലിൻ്റെ മധ്യസ്ഥനാണ്. നല്ല ഉപദേശങ്ങൾ, നല്ല ഇടപെടൽ നൽകുന്നവനാണ്, ദൈവസ്നേഹം നൽകുന്നവനാണ്. നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് വിശുദ്ധൻ്റെ മധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. ഒപ്പം തന്നെ വിശുദ്ധൻ പറയുന്നത് പോലെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോയിൽ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് വിശുദ്ധൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈശോയുടെ വലിയ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ.